പൂർണ്ണഹിതം എന്ന് നാം വായിക്കുന്നു. ദൈവത്തിന്റെ പൂർണ്ണഹിതം. Even Paul refers to the perfect will of God in Romans chapter 12 verse 2. There Paul says that you should not be conformed to this world, rather be renewed, be transformed by the renewal of your mind, so that you may understand the will of God, that is good, acceptable and perfect. ദൈവത്തിന്റെ പൂർണ്ണഹിതം നിങ്ങൾ അറിയേണ്ടതിന് വേണ്ടി നിങ്ങളുടെ മനസ്സ് പുതുക്കി നിങ്ങൾ രൂപാന്തരപ്പെടണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. Dear children of God, it is rarely happening in our lives, the perfect will of God in our lives. ദൈവത്തിന്റെ പൂർണ്ണഹിതം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ പൂർണ്ണ ഇഷ്ടം നമ്മൾ മനസ്സിലാക്കണം. ആ പൂർണ്ണ ഇഷ്ടം മനസ്സിലാക്കേണ്ടതിന് വേണ്ടി നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കണം. There is a perfect will of God concerning our lives. നമ്മുടെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന്റെ പൂർണ്ണമായ ഒരു ഹിതമുണ്ട്. ആ ഹിതം നടപ്പാകണമെന്ന് ഞാനും നിങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കണം. When we understand the perfect will of God, there may be ups and downs in our lives, challenges in our lives, realities in our lives, pains in our lives. But once we are sure about the fact that we are moving in the perfect will of God, no doubt that you will reach the destination without doubt. ദൈവത്തിന്റെ ഉദ്ദേശത്തിലേക്ക് നമ്മെ കൊണ്ടുവരേണ്ടതിന് വേണ്ടി, നാം എത്തിച്ചേരേണ്ടതിന് വേണ്ടി ദൈവത്തിന്റെ പൂർണ്ണഹിതം നമ്മെ നടപ്പാകേണ്ടിയിരിക്കുന്നു. The perfect will of God in our lives. Sometimes we think that our will is perfect than the will of God. But dear children of God, God is perfect. So the will of God is also perfect. ദൈവത്തിന് അപൂർണതയൊന്നുമില്ല. ദൈവത്തിന് അപൂർണതയില്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതത്തിനും അപൂർണതയില്ല. We believe that our God is a perfect God. We worship a perfect God. So the will of God concerning our lives is also perfect. We are limited beings. God is unlimited. So we limited beings may not be able to understand the plan of God. But the plan of God, the will of God will never brings us to destruction. നമ്മെ ഒരിക്കലും ഈ ദൈവത്തിന്റെ ഹിതം നാശത്തിലേക്ക് കൊണ്ടുപോകുകയില്ല. ദൈവത്തിന്റെ ഹിതം എപ്പോഴും നല്ലതും സ്വീകാര്യതയുള്ളതും പൂർണ്ണതയുമുള്ളതായിരിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നടപ്പാകേണ്ടിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, we know the end at the end. We know the beginning at the beginning, but God knows the end at the beginning. We plan things today and bring into completeness tomorrow. God has planned things years ago and brings into completeness today. നിങ്ങൾ മനസ്സിലായോ? നിങ്ങൾക്ക് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യുന്നു നാളത്തേക്ക് വേണ്ടി. എന്നിട്ട് ഇന്ന് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ അടുത്ത മണിക്കൂർ നിവർത്തിയാക്കുന്നു. ഇന്ന് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ അടുത്ത ദിവസം നിവർത്തിയാക്കുന്നു. പക്ഷെ ദൈവം ചെയ്യുന്നത്, ദൈവം ഇന്ന് നടപ്പാക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് പ്ലാൻ ചെയ്തതാണ്. Because he knows the end at the beginning. We are the limited beings and we are not in a position to understand the plan of God at the beginning. But let me tell you, dear children of God, the plans of God are perfect concerning our lives. നമുക്ക് നാളത്തെ കുറിച്ച് അറിയുകയില്ല. നമ്മൾ ലിമിറ്റഡ് ആണ്. You are not able to see the ages. You may see the distance to some extent. നിങ്ങൾക്ക് ദൂരത്തെ അല്പം കാണുവാൻ കഴിയും. വണ്ടി ഓടിച്ചോണ്ടല്ല എല്ലാവരും വന്നത്. ദൂരത്തെ കാണുവാൻ മാക്സിമം 1 kilometer or maximum 2 kilometers you can see in the highway.
ദൂരത്തെ കാണുവാനും കഴിയും, പക്ഷെ കാലത്തെ കാണുവാൻ കഴിയുന്നതല്ല എനിക്ക് നിങ്ങൾക്ക്. അടുത്ത നിമിഷത്തെ എനിക്ക് നിങ്ങൾ കാണുവാൻ കഴിയുന്നതല്ല, അടുത്ത നിമിഷത്തെ കാണുവാൻ കഴിയുന്ന ഒരുവൻ ദൈവം മാത്രമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൽ നടപ്പാകേണ്ടതിനു വേണ്ടി ദൈവത്തോട് ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, when we read God's word, sometimes we think that we cannot go in the line of God's word. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് ആ ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് പോകുവാനായിട്ട് കഴിയില്ല എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും. What we have to do, we have to tear up the pages of the Bible and leave it aside, right? അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വലിച്ചു കീറി ദൂരെ കളയണം. അങ്ങനെ ചെയ്യുമോ? ഇല്ല. നമുക്ക് പോകുവാൻ കഴിയാത്ത ചിന്തകൾ, വഴികൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയാണെങ്കിൽ we have to yield ourselves to the presence of the Lord and ask the Lord to give us the power to abide by the will of God. When you understand that there is a thought in your life, there is a way in your life which is not in line with God's word, you have to pray to the Lord. And we are not supposed to distort God's word, rather we have to correct ourselves in the light of God's word. ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് നമ്മുടെ ഹൃദയത്തെ നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ ദിവസവും കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ക്രിയ നമ്മൾ എല്ലായ്പ്പോഴും നടക്കുകയുള്ളൂ. A man and a woman who trust on God will say, Lord, I am not able to understand your ways in our lives completely, but I trust on you. I do not know what is tomorrow, but I trust on you. ഇന്ന് രാവിലെ സമയദൂത കൈമാറുന്നു. ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായി എനിക്കും നിങ്ങൾക്കും ഗ്രഹിക്കുവാൻ കഴിയുന്നതല്ല, പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ മനുഷ്യൻ വിളിച്ചു പറയുന്നു, എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലെങ്കിലോ ഞാൻ അങ്ങേ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. ഈ വഴി എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല, പക്ഷെ ഞാൻ അങ്ങേ ആശ്രയിക്കുന്നു. because I know your ways are perfect, I know your wills are perfect in my life. അങ്ങയുടെ ഹിതം എന്റെ ജീവിതത്തിൽ പൂർണ്ണതയുള്ളെന്ന് ഞാൻ മനസ്സിലാക്കി കണ്ട് ഞാൻ അങ്ങേ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. Sorry to say, we are human beings and we are not able to understand all the ways of God in our lives clearly. But dear children of God, trust on God when you do not understand the ways of God. നാളെ കുറിച്ച് അറിയില്ല, ചില കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ആയിരിക്കുന്നു, ചിലതിനൊന്നും എനിക്ക് ഡെഫിനേഷൻ ഇല്ലാത്ത ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, ദൈവത്തിനൊരു കുഞ്ഞ പിതാവിനെ ആശ്രയിക്കുന്ന പോലെ ദൈവത്തിൽ ആശ്രയിക്കണം. അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ he will do two things. One is that he will take away the hindrances on your way, or else God will give you the power to overcome the hindrances on your way. ദൈവത്തിന്റെ ഹിതം എന്താ നിങ്ങൾക്ക് മനസ്സിലായി? ആ മനസ്സിലായ ഹിതത്തോട് താതാത്മ്യം പ്രാപിച്ച് പോകുവാൻ നിങ്ങൾ കഴിയാതെ വിഷമിക്കുമ്പോൾ, തടസ്സങ്ങളുള്ളപ്പോൾ, പ്രതിസന്ധികളുള്ളപ്പോൾ ദൈവം രണ്ട് കാര്യങ്ങൾ ഒന്ന് ചെയ്തിരിക്കും. ഉറപ്പായ കാര്യമാണ്. ഒന്നുകിൽ നിങ്ങളുടെ വഴി യാത്രയിലുള്ള തടസ്സങ്ങൾ ദൈവം മാറ്റിക്കളയും. ദൈവം നീക്കിക്കളയും ആ തടസ്സങ്ങൾ. ദൈവഹിതത്തിന്റെ നിവർത്തിക്ക് എതിരായി നിൽക്കുന്ന തടസ്സങ്ങളെ ദൈവം നീക്കം. സുനിശ്ചിതമായ കാര്യമാണ്. Because you are the child of God and God knows that you are going through the will of God. In the will of God, surely God will remove and take away the hindrances on your way. അല്ലെങ്കിൽ ദൈവം ഒരു കാര്യം ചെയ്തെന്താ അറിയാമോ? ഈ തടസ്സങ്ങളെ അതിജീവിക്കുവാനുള്ള ആത്മബലം ദൈവം നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും. അത് സംശയമില്ലാത്ത കാര്യമാണ്. വഴിയാത്രകളെ തടസ്സങ്ങളെ അതിജീവിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ബലം നൽകിക്കൊണ്ടിരിക്കും. God will never give you a commandment unless he gives you power and strength to do the commandment. നമ്മോട് ദൈവം ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യങ്ങളുടെ നിവർത്തിക്കു വേണ്ടി ദൈവശക്തി തരാതെ നമ്മോടത് ആവശ്യപ്പെടുകയില്ല.
Our God is not like Pharaoh in Pharaoh who did not give the output and then ask for input. So input, they did not give the input and ask for the output, right? Baravo രാജാവിനെ പോലെയല്ല നമ്മുടെ ദൈവം. ബറവോ രാജാവ് എന്താ ചെയ്യുന്ന അറിയാമോ? ഇത് ഔട്ട്പുട്ട് കൊടുക്കാതെ ഇൻപുട്ട് ആഗ്രഹിച്ചു, ആവശ്യപ്പെടുക ചെയ്ത്. വൈക്കോല് കൊടുക്കാതെ ഇഷ്ടിക വേണമെന്ന് പറയും. നടക്കുന്ന കാര്യമാണോ? അതെ, വൈക്കോൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇഷ്ടിക ഉണ്ടാകുകയുള്ളൂ. അത് ക്രൂരനായ രാജാവാണ്. പക്ഷെ ദൈവം ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അതിനുള്ള സ്രോതസ്സൂടെ നൽകിയിട്ടേ ദൈവം അത് ചെയ്യുകയുള്ളൂ എന്നുള്ളത് ഇന്ന് പക ദൈവമക്കളെ മനസ്സിലാക്കണം. നിങ്ങളോട് ദൈവം അസാധ്യമായത് നിങ്ങളുടെ ചിന്തയിൽ ചെയ്യുവാൻ ആവശ്യപ്പെടുന്നു നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അതിനുള്ള സ്രോതസ്സൂടെ ദൈവം നൽകുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. That is what we read in the pages of the Bible. Whenever God asks the people to do something, God has given them the power and sources to accomplish it. മോശയോട് പറയുന്നു, നീ പോകണം. What was the command of Moses? I stuttered. I was not fluent in my speech. ദൈവം എന്താ പറഞ്ഞു? ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട. അപ്പോൾ വിക്കനായ മോശയെ വിളിച്ചപ്പോൾ മോശ പറയുന്നു, എനിക്ക് കഴിയുകയില്ല. ദൈവം പറഞ്ഞു, സാരമില്ല മോനെ, ഞാൻ നിന്നോട് കൊണ്ട് പകരം ചിലതൊക്കെ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഏലിയാവിനോട് പറയുന്നു, നീ നടക്കണം, 40 രാവും 40 പകലും നീ നടക്കണം. പക്ഷെ അതിനു മുമ്പ് ദൈവം അവന് ബലം കൊടുത്തു. ദൂതനെ കൊണ്ട് അവനെ പോഷിപ്പിച്ചതിന് ശേഷമാണ് അവനോട് നടക്കുവാനായിട്ട് ആവശ്യപ്പെട്ടത്. പത്രോസിനോട് യേശു പറയുന്നു, നീ വരിക, കടലിന്മേൽ നടക്കുക. എങ്ങനെയാ നടക്കുന്നത്? ഡോണ്ട് വറി പീറ്റർ, ഐ വിൽ ഗിവ് യു ദ പവർ ടു വാക്ക് ഓൺ ദ വാട്ടർ. ഇന്ന് രാവിലെ സമയം ദൈവം ഒരു വഴി തുറന്നാൽ അതിന്റെ തടസ്സങ്ങൾ നീ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ വിശ്വസിച്ചോ, അതിനെ അതിജീവിക്കുവാനുള്ള ആത്മബലം ദൈവം നൽകും. അതിനെ അതിജീവിക്കുവാനുള്ളതായ സൗകര്യങ്ങൾ ദൈവം നൽകും. അതിനെ അതിജീവിക്കുവാനുള്ള സ്രോതസ്സുകൾ ദൈവം നൽകുമെന്ന് ഇന്ന് പകൽ വചനത്തിന് ഉറപ്പ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. Without God giving us the strength, He will never ask us to do something. നാളെ ഒരു ദിവസം നിങ്ങൾക്കുണ്ടെങ്കിൽ നാളെ ജീവിക്കുവാനുള്ള ബലം കൂടെ ദൈവം നിങ്ങൾക്ക് നൽകും. അടുത്ത മാസം ഒരു മാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ മാസത്തിലെ സ്രോതസ്സിലൂടെ ദൈവം നിങ്ങൾക്ക് നൽകും. ഇന്ന് പകൽ ഉറപ്പായി ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ, ഒന്നുകിൽ തടസ്സങ്ങൾ മാറും. തടസ്സങ്ങൾ മാറാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവം ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം നിങ്ങളുടെ മേൽ ശക്തി പകർന്ന ബലം നൽകി നിങ്ങളെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇന്ന് പകൽ പ്രിയ ദൈവമക്കളെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന സ്തോത്രം. Jesus was praying, Lord, let your will be done. I am not able to do this will. And what the heaven did? യേശു എന്താ പ്രാർത്ഥിക്കർത്താവ്, ഈ ഹിതം ചെയ്യുവാൻ എനിക്ക് കഴിയുകയില്ല, ഈ ഹിതം എന്നിൽ നിന്ന് നിന്റെ ഇഷ്ടമാണെങ്കിൽ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്താ സ്വർഗത്തിൽ നിന്ന് ചെയ്തത്? അവനെ ശക്തിപ്പെടുത്തുവാൻ ദൂതൻ ഇറങ്ങി വന്നു. ഇന്ന് പക ദൂത കൈമാറുന്നു. ദൈവഹിതം ചെയ്യുവാൻ കഴിയാതെ വിഷമിക്കുന്ന ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ സ്വർഗത്തിലെ ബലം നിന്റെ മേൽ നൽകിക്കൊണ്ടിരിക്കും. സ്വർഗത്തിലെ ശക്തി നിന്റെ മേൽ നൽകിക്കൊണ്ടിരിക്കും. ദൂതൻ ഇറങ്ങി വന്ന് നിന്നെ ശക്തീകരിച്ചു കൊണ്ടിരിക്കുമെന്ന് ഇന്ന് പക ദൂത കൈമാറുന്നു. ഏതെങ്കിലും ജീവിതത്തിന്റെ വിഷമഘട്ടങ്ങളിൽ നീ പതറിയിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പക ദൂത, സ്വർഗത്തിലെ ദൂതൻ കന്ന് നിന്നെ ശക്തീകരിക്കൂ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് പകൽ സ്തോത്രം ചെയ്യുന്നു. Glory to God. Power of the Holy Spirit. Strengthen my people. ഇന്ന് പകല ജനത്തെ ബലപ്പെടുത്തണമേ, ജനത്തെ ബലപ്പെടുത്തണമേ. തടസ്സങ്ങൾ മാറട്ടെ, അല്ലെങ്കിൽ ബലം നൽകണമേ. ദൈവകൃപ ഇന്ന് പകൽ തന്നെ ജനത്തിൽ മേൽ ആവസിച്ചിറങ്ങട്ടെ. ദൈവാത്മാവിന്റെ ചൈതന്യം ഇന്ന് പകല് തന്നെ ജനത്തിൽ മേൽ ആവസിക്കട്ടെ. Glory, glory, glory. Praise the Lord Jesus. എനിക്ക് ബലമില്ല, നമുക്ക് ബലമില്ല. This is tough sometimes in our lives, but God will give you the strength. God will give you the power. God will give you power. Love your enemy. Oh, how can it be possible, dear ones? കൂട്ടുകാരനെ നിന്നെ പോലെ എന്ത് ചെയ്യണം? കൽപ്പനയല്ലേ?
എനിക്ക് സാധ്യമല്ല. But God will give you the power. God will give you the strength. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ബലം നൽകുന്ന ദൈവമാണ്, ശക്തി പകരുന്ന ദൈവമാണ്. ഇന്ന് പകൽ നമുക്ക് സ്വയമേ ചെയ്യുവാൻ കഴിയാത്ത മേഖലകളിൽ ദൈവം ബലം നൽകിക്കൊണ്ടിരിക്കും, ശക്തി പകർന്നുകൊണ്ടിരിക്കും. It is the perfect will of God in your lives. നിങ്ങളുടെ ജീവിതത്തിലെ പൂർണ്ണഹിതത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിലെ ബലം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, I have no much time before me to complete this topic, but let me conclude here by saying one more thing. When you understand God's will in your lives, God will never impose it on you. Rather, you have to say yes to the Lord, and then God will work for you. നിങ്ങൾ റിബല്യസ് മൈൻഡ് ആണ്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതായ വേദപുസ്തകത്തിലെ ചിന്തകളല്ല ഇവിടെ ഉള്ളത്. നിങ്ങൾ ദൈവത്തോട് യെസ് പറയണം. ആ സമയത്ത് ദൈവം ഒരു കാര്യം നിങ്ങളോട് പറയുമ്പോൾ പൂർണ്ണ മനസ്സോടെ, വരും വരായികൾ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ദൈവം പറഞ്ഞതാണെങ്കിൽ അത് പൂർണ്ണതയുള്ളതായിരിക്കും. Then I say yes to the Lord. A company has offered a good job for you, a good work for you. Company will never accept you unless there is an yes from you, right? You got the approval. You got the letter from the company. But you have to say yes to the company, then they will take you to the job you have selected for. Even when you do otherwise also, the company won't accept. One fine morning you get into a company and say, I am the manager of this company from this day forward. Will it be acceptable? രാവിലെ നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് പറയുകയാണ്, ഞാനാണ് ഇന്ന് രാവിലെ മുതൽ ഈ കമ്പനിയുടെ മാനേജർ. ഇല്ല, നടക്കത്തില്ല. So both sides there should be yes. From company they have to say yes, and from your side you also should say yes. രണ്ട് സൈഡിൽ നിന്ന് യെസ് വരണം. അങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് യെസ് വരുമ്പോഴാണ് കാര്യങ്ങൾ നിവൃത്തിപഥത്തിലേക്ക് വരുന്നത്. ഇതുപോലാണ് പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ ഹിതം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ say yes to the Lord. Then God will make the sources for you, and God will use the ways in our lives. അങ്ങനെയാണ് ദൈവം നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത്. So if we do not know yes to the Lord and understand the perfect will of God, God will remove the will from our lives. വിശദീകരിക്കാൻ വരുന്ന ആഴ്ചകളിൽ God's perfect will concerning the life of Eli was that he had to serve the Lord lifelong. But he was not ready to do that. Then God told him that you are not going to serve you nor your children. Read 1 Samuel 2 verse 30. 1 Samuel 2:30 എടുത്ത് വായിച്ചാട്ടെ. നീയും നിന്റെ മക്കളും ജീവിതകാലം മുഴുവൻ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ദൈവഹിതത്തിൽ നിന്ന് മാറിപ്പോയി. അത് മറ്റൊരുവന് ഞാൻ എടുത്തു കൊടുത്തിരിക്കുന്നു. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ ബഹുമാനിക്കുന്നവനെ ഞാൻ ബഹുമാനിക്കും. ഇന്ന് രാവിലെ സമയം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവഹിതത്തിൽ നിന്ന് പുറത്തു പോകരുതേ, ദൈവഹിതത്തിൽ നിന്ന് പുറത്തു പോകരുത്. ചില വേദനകൾ ഇന്ന് പകൽ തുറന്നു പറയുന്നു, ദൈവഹിതത്തിന്റെ പുറത്ത് നടക്കുന്നത് കൊണ്ടാണ്. ചില വെല്ലുവിളികൾ ദൈവഹിതത്തിന്റെ പുറത്ത് സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് പകൽ യു നോ ദി വിൽ ഓഫ് ഗോഡ് ആൻഡ് ആക്ട് അക്കോർഡിംഗ്ലി. ദൈവത്തിന്റെ ഹിതം എന്താന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് നിങ്ങൾ കടന്നു വരുവാൻ ഇന്ന് രാവിലെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ ഹിതത്തിന് നിങ്ങൾ പുറത്തു പോകരുത്. There is an original plan of God concerning your life, and you have to ask the Lord to fulfill those plans in your lives. നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ തിരുഹൃദയത്തിലുള്ള ഇഷ്ടങ്ങളുണ്ട്. അത് നടപ്പാകാതെ പോകുമ്പോൾ മറ്റു വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുമായിരിക്കാം. പക്ഷേ ഇറ്റ് മേ നോട്ട് ബി ദ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്.
Once God asked Jeremiah to visit Potter's house, and the potter was making a vessel out of the clay. The first vessel was not in use, and then God asked him to make another vessel, the vessel that was not in the plan of potter. രണ്ടാമത്തെ വെസലാണ് പോട്ടർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് മറ്റൊരു വെസലായിരുന്നു. അതല്ലായിരുന്നു ഈ പോട്ടന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന പ്ലാൻ. പോട്ടന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന പ്ലാൻ എന്ന് പറയുന്ന വേറൊരു വെസലായിരുന്നു, വേറൊരു പാത്രമായിരുന്നു. ഈ കുശവൻ ആ പാത്രത്തിന് ശരിയായ രൂപം വരുവാൻ കഴിയാന്നുള്ള മറ്റൊരു പാത്രം ഉണ്ടാക്കുകയാണ്. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും മറ്റൊരു പാത്രമാകരുത്, മറ്റൊരു പാത്രമാകരുത്. This morning our prayers is that Lord bring us back to the original plan of God. ദൈവത്തിന്റെ ഒരു പൂർവ്വ പദ്ധതി ഉണ്ടല്ലോ, ആ പൂർവ്വ പദ്ധതിയിലേക്ക് എന്നെ കൊണ്ടുവരണമെന്ന് ദൈവത്തോട് ഇന്ന് പകൽ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് പകലിനെ കേൾക്കുന്ന ദൈവമക്കൾ പറയട്ടെ, we are not supposed to be the other vessel, rather we have to be the original vessel in the hands of God. ഈ കാരണമായിരിക്കുന്നു, സത്യമായ കാര്യമാണ്. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി അതിലൂടെ കാൽച്ചുവടുകൾ വെക്കുവാൻ ഈ പകൽ ഞാൻ ദൈവാത്മാവിൽ നിങ്ങൾക്ക് ദൂത കൈമാറുന്നു. The original plan of God. ദൈവത്തിന്റെ പൂർണ്ണഹിതത്തിന്റെ ആ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോൾ അതിലേക്ക് കടന്നു വരുവാനുള്ള മനസ്സ് എനിക്ക് നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. We should not be the another vessel in the potter's hand. ഒരു കാര്യമല്ല ഇപ്പോഴും നമുക്ക് ധൈര്യം പകരുന്ന ഒരു കാര്യമുണ്ട്. ഉടഞ്ഞു പോയാലും ഇപ്പോഴും ആ കുശവന്റെ കയ്യിൽ നമായിരിക്കുന്നു, കുശവന്റെ കയ്യിൽ നമായിരിക്കുന്നു. കുശവൻ അത് തള്ളിക്കളഞ്ഞിട്ടില്ല, കുശവൻ തള്ളിക്കളഞ്ഞിട്ടില്ല. He did not reject the whole plan of God. Still the potter is working on the plan. ഇന്നും ആ പോട്ടർ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്, തള്ളിക്കളഞ്ഞിട്ടില്ല. ഇന്ന് പകൽ ഒറിജിനൽ പ്ലാന് മനസ്സിലാക്കുവാൻ കഴിയാതെ വിഷമിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ പറയട്ടെ, ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. സ്റ്റിൽ യു ആർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് പോട്ടർ. ഇന്നും നിങ്ങൾ ദൈവത്തിന്റെ ഹിതത്തിന്റെ ആ പോട്ടറിന്റെ കുശവന്റെ ആ കരങ്ങളിലായിരിക്കുകയാണ്. ചില സമയങ്ങൾ നമുക്ക് വെല്ലുവിളികൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു. Sometimes we may not understand the beauty of God's work. One of the reasons why we may not be able to understand is because we may not be traveling away from God's plan. The second reason may be still God is working on the plan, and when He has completed it, we will understand the beauty of it. God will never leave His work uncompleted. ആവർത്തിക്കുന്നു, ദൈവം ഒരു പണി ഭാഗികമായി ഉപേക്ഷിക്കുകയില്ല. ഇന്ന് പകൽ പ്രിയ സഹോദരങ്ങളെ, ദൈവമക്കളെ, ദൈവം ഒരു പണി ഏറ്റെടുത്താൽ, ദൈവം ഒരു പണി ഏറ്റെടുത്താൽ ആ പണി ദൈവം പൂർത്തീകരിക്കും, ആ പണി ദൈവം പൂർത്തീകരിക്കും. നിന്റെ കുടുംബത്തെ കുറിച്ച്, നിന്റെ തലമുറകളെ കുറിച്ച് ദൈവം ഒരു പണി ഏറ്റെടുത്താൽ ആ പണി ദൈവം പൂർത്തീകരിക്കുമെന്ന് ഇന്ന് പകൽ ദൂത കൈമാറുന്നു. ഒരിക്കലും ഭാഗികമായി പണി തീർത്തു പോകുന്നവനല്ല നമ്മുടെ ദൈവം എന്ന് ഇന്ന് പകൽ വിശ്വസിക്കുവാൻ മനസ്സിലാക്കുവാൻ കഴിയട്ടെ. He will never do his work uncompleted. He will never leave his work uncompleted. If you are not able to understand the work of God and the beauty of God's work, believe that still God is working on that factor. ചില കാര്യങ്ങളുടെ മേൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ പണി മനസ്സിലാക്കുവാൻ കഴിയാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ മനസ്സിലാക്കി തരട്ടെ, ഇപ്പോഴും ദൈവം അത് പണിതുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പൂർത്തീകരണം സംഭവിക്കുമ്പോൾ അത് മനോഹരമായി പുറത്തു വന്നുകൊണ്ടിരിക്കും.